നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയും ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് വലതുകാലം വെച്ച് കയറി വാ മോളെ. ഒരുപാട് തടസ്സങ്ങൾക്കൊടുവില് എല്ലാം ഭംഗിയായി അവസാനിച്ചു. ഇനി നീ അമ്മയുടെ മൂത്ത മകളാ. മോളെ, സത്യം പറയാലോ, അമ്മ നിന്നോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് അച്ഛന് പോലും ഒരല്പ അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിത് മുമ്പേ പറഞ്ഞതാ നിത്തേച്ചി. ഇനി ഞാൻ നോക്കട്ടെ, അമ്മ എന്തെങ്കിലും പാർഷ്യാലിറ്റി കാണിച്ചാലേ എന്റെ സ്വഭാവം മാറും. എടി എടി, നിത്യയുടെ കാര്യത്തിൽ അമ്മ എന്ത് സംസാരിച്ചാലും നീ മറുത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. കണ്ടോ അച്ഛാ, ഇപ്പൊ നമ്മള് രണ്ടാളും പുറത്തായില്ലേ? അതെ, ആരും ഒന്നും വീതം വെക്കണ്ട. ഈ കുടുംബത്തിൽ ആർക്കും വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഒറ്റ മനസ്സോടെ നമ്മൾ മുമ്പോട്ട് പോവും. നിത്യമോളെ സ്നേഹിക്കാനാ നമ്മൾ പരസ്പരം മത്സരിക്കേണ്ടത്. കാരണം എന്റെ കുട്ടിക്ക് നമ്മളേ ഉള്ളൂ. അല്ല, മോളെന്താ ഒന്നും പറയാത്തത്? എല്ലാം എന്റെ ഭാഗ്യമാണമ്മേ, മഹാഭാഗ്യം. എനിക്കിപ്പോ എല്ലാവരും ഉണ്ടല്ലോ. അതെ, ഈ കരച്ചില് അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. ഇനി മോളുടെ കണ്ണു നിറയാൻ അമ്മ സമ്മതിക്കില്ല. എടോ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ മോള് ആദ്യമായിട്ട് വീട്ടിലേക്ക് വിളക്കെടുത്ത് കയറുക. ഞാനല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. എടോ, താനേ നമ്മുടെ മോളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണം കേട്ടോ. അല്ല, അവളെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. മോളെ, വിളക്കുമായിട്ടല്ലേ അകത്തോട്ട് കയറണ്ടേ? ഇത്രയും നാളും വിളക്കും പിടിച്ചോണ്ടല്ലോ ഞാൻ അകത്തേക്ക് കയറിയിരുന്നത്. മോളെ, ചടങ്ങല്ലേ? ഒരു ചടങ്ങിലും എനിക്ക് വിശ്വാസമില്ല. ഞാനിതൊരു കല്യാണമായിട്ട് കണക്കാക്കിയിട്ടുമില്ല. അച്ഛന്റെ മാനം രക്ഷിച്ചല്ലോ, അതിൽ കൂടുതൽ എന്താ വേണ്ടേ? മോനെ,
സാരമില്ല, അമ്മാവനെ താമസിക്ക്. ഈശ്വര, എന്താ ഇതിങ്ങനെ? ഇടോ, താൻ താലമായിട്ട് നിൽക്കുന്ന മോള് കണ്ടില്ല? കൈ തട്ടി പാത്രം താഴെ വീണു. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനതേ വേറെ അശുഭ ചിന്തയൊന്നും വേണ്ട കേട്ടോ. അല്ല രഘുവേട്ട, എന്റെ മനസ്സിലെന്തോ. അമ്മേ, ഒന്നും ഉണ്ടായിരുന്നു. വെറുതെ നെത്തി ടെൻഷനാക്കണ്ട. അമ്മേ, എനിക്കിതിനൊന്നും യോഗ്യതയില്ലാത്തതിന്റെ സൂചനയാണോ? കണ്ടോ, തന്റെ സംശയം മോളെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കണ്ടോ? എന്റെ പൊന്നു നിത്യേച്ചി, പൂജാമുറിയിൽ ഒരു വിളക്ക് കെടുകയോ കുറച്ച് പൂക്കൾ നിലത്ത് വീഴുകയോ ചെയ്താ അമ്മയ്ക്ക് അന്നത്തെ ദിവസം പോക്കാം. പിന്നെ അതിന് പരിഹാരം ചോദിച്ച് അത് പൂർത്തിയാക്കിയാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടും. മോളുടെ തെറ്റല്ല, അമ്മയ്ക്കത് നന്നായിട്ട് അറിയാം. പക്ഷെ ഇത്രയൊക്കെ തടസ്സങ്ങൾ താണ്ടി വന്നതല്ലേ. ആരൊക്കെ എന്നെ കളിയാക്കിയാലും ശരി, അമ്മയ്ക്ക് കുറച്ച് അടിയുറച്ച വിശ്വാസങ്ങളുണ്ട്. രഘുവേട്ട, മണ്ഡപത്തിൽ നിന്ന് തിരുമേനി പോയിട്ടുണ്ടാവില്ല. ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയോ രഘുവേട്ട? എന്താണെന്നൊന്ന് നോക്കിയിട്ട് പോയിക്കോട്ടെ. വേണോ അച്ഛ? അമ്മ പറഞ്ഞത് ശരിയാ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ആ ബെസ്റ്റ്. അച്ഛാ, അമ്മയ്ക്ക് പറ്റിയ കൂട്ട് തന്നെ. ഇനി അച്ഛനെന്താ ചെയ്യാൻ പോന്ന്? വേറെന്ത് ചെയ്യാൻ? ഞാൻ ഇപ്പൊ തന്നെ പോയി തിരുമേനി വിളിച്ചോണ്ട് വരാം. അദ്ദേഹം വരട്ടെ, അമ്മയുടെയും മോളുടെയും വിഷമം പൂർണ്ണമായിട്ടങ്ങ് മാറട്ടെ. വിഷമിക്കണ്ട കേട്ടോ, എന്തുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം. മോള് തൊഴുതു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.